ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോയതാണ്. ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് പുതിയ സാധനം ആയതുകൊണ്ടാണ് ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇത് പഴയതാണ്. പക്ഷേ ഇത് ശരിക്കും ഞാൻ മുന്നത്തെ വ്ളോഗിലൊക്കെ ഇത് ഞാൻ എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് സംസാരിക്കാറുള്ളത്. പക്ഷേ ഇന്നിപ്പം ഇതിനെന്തോ ചെറിയൊരു ഭ്രാന്തളവിയതുകൊണ്ട് ഇത് നമ്മുടെ ഇവിടെ ഒന്നും വച്ചിട്ടൊന്നും അത് കേൾക്കുന്നില്ല. അതായത് ഫോണിലോട്ട് നമ്മളത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും കേൾക്കുന്നില്ല. എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല. തകരാറായി, പഴഞ്ചാനായി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പം എനിവേയ്സ് നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നു വരാം. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ പഠിത്തവുമായി ബന്ധപ്പെട്ട് ഒന്ന് ബാംഗ്ലൂർ വരെ പോയതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്ത് കോഴ്സ്, ഏത് കോഴ്സ്, എവിടെ പഠിക്കുന്നത് എന്നൊക്കെ. അപ്പം വേറെ ഒന്നുമല്ല, ഞാനിപ്പം ഡിപ്ലോമ ഇൻ കുച്ചിപ്പുടി, അതായത് കുച്ചിപ്പുടിയിൽ ഡിപ്ലോമ ചെയ്യുകയാണ്. 1 ഇയർ കോഴ്സാണ്. ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ, ഓൺലൈൻ ക്ലാസ്. അതായത് ഒരു വീക്കിൽ ഒരു ഡേ ആണ് നമുക്ക് ക്ലാസ് വരുന്നത്. അത് ലൈവ് സെക്ഷൻ ആയിരിക്കും, സൂം വഴി അങ്ങനെ ലൈവ് സെക്ഷനാണ്. ഒരു വീക്കിൽ ഒരു ഡേ ആണ് ക്ലാസ്. ബാക്കി ഡേയ്സൊക്കെ വേണമെങ്കിൽ നമുക്ക് വർക്കൗട്ടിനായിട്ട് എടുക്കാം. പക്ഷെ ഞാൻ എടുക്കാറില്ല. ബാക്കിയുള്ളവർ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എനിവേയ്സ് ഞാൻ എടുക്കാറില്ല. പക്ഷേ നമ്മൾ അവിടെ ചെന്നതിന് ശേഷമാണ് കുറച്ച് കൂടുതലായിട്ട് എന്തൊക്കെയാണ് സംഭവങ്ങൾ പഠിക്കാനുള്ളതെന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നത്. എനിവേയ്സ് നമ്മൾ എക്സാം എഴുതുകയാണെങ്കിൽ ഇവിടെ 3 ഡേയ്സ് ക്ലാസ് ഉണ്ട്. നമ്മൾ ആ 3 ദിവസത്തെ ക്ലാസ്സും അറ്റൻഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ ക്ലാസ്സിൽ മിസ്സപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സായിട്ട് പോയിട്ടുണ്ടാവാം. അത് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ആ ക്ലാസ് ഗുണകരം ചെയ്യും. കാരണം ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളും ആ ക്ലാസ്സിൽ പറഞ്ഞു. കാരണം നമ്മൾ രാവിലെ 8:30-ക്ക് കയറുന്നതാണ്. 8:30 ടു അപ് ടു 4:30 വരെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് വർക്കൗട്ട് ചെയ്യും. അതായത് രാവിലത്തെ ഒരു സെക്ഷൻ ഫുൾ, അതായത് രാവിലെ അപ് ടു 10:30 വരെ നമുക്ക് പാട്ട് ക്ലാസ്, അതായത് മ്യൂസിക് സെക്ഷനാണ്. താളം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പഠിക്കുന്നത്. അതിനുശേഷം ഫുൾ നമുക്ക് വർക്കൗട്ടാണ്. തിയറി, പ്രാക്ടിക്കൽ, നമ്മൾ എന്താണോ സബ്ജക്റ്റ് വൈസ് അത് വൈസ് എല്ലാവരും ക്ലാസ് മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, അവിടെ ഫുൾ വർക്കൗട്ടാണ്. അപ്പോൾ അത്രയും നേരം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഓർമ്മ വരണമെങ്കിൽ നമ്മൾ ആ 3 ദിവസത്തെ ക്ലാസ്സിന് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ, ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ആ 3 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റും. അപ്പം റെയിൽവേയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ ഏത് കോഴ്സായാലും ഡിസ്റ്റൻസ് ആയിട്ട് അവൈലബിൾ ആണ്. പക്ഷേ MA BA സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ പഠിക്കണം. അതിന് നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് കോഴ്സ് ഇല്ല. എനിക്ക് തോന്നുന്നു റെയിൽവേയിൽ ഇല്ലെന്നാണ് തോന്നുന്നത്. വേറെ ഏതെങ്കിലും കോളേജിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഡിസ്റ്റൻസ് ആയിട്ട്. പക്ഷേ റെയിൽവേയിലില്ല. റെയിൽവേയിൽ നമ്മൾ നിന്ന് തന്നെ പഠിക്കണം. ഞാനത് ആദ്യമേ ചോദിച്ച കാര്യമാണ്. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ റേറ്റും കാര്യങ്ങളൊക്കെ അഫോർഡബിൾ ആണ്. കാരണം ബാക്കിയുള്ളവരെ കമ്പാരിറ്റീവ്ലി ബാക്കി അപേക്ഷിക്കുമ്പോഴത്തേക്കും ഓക്കെ ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ വാല്യുബിളുള്ള സർട്ടിഫിക്കറ്റാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ മെയിനായിട്ട് ഇവിടെ ചൂസ് ചെയ്തത്. കാരണം ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കൂടുതൽ എളുപ്പമായിരിക്കും. കാരണം നമുക്ക് സൈഡായിട്ട് വേറെ എന്തെങ്കിലും പഠിക്കുകയും കൂടെ ചെയ്യണമെങ്കിൽ അതും കൂടെ കൊണ്ടുപോകാമല്ലോ. കാരണം ആകെ ആഴ്ചയിൽ ഒരു ദിവസമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ പിന്നെ ആ ഒരു ദിവസം മാത്രം നമുക്ക് കുറച്ച് നേരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങളിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പഠിക്കാൻ പോകണമെങ്കിൽ പോലും അത് സൈഡായിട്ട് നടക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഡിസ്റ്റൻസ് ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളങ്ങനെ ഹോസ്റ്റലിലാണ് ഞാനും എൻ്റെ സിസ്റ്ററും കൂടെ ചെയ്തുകൊണ്ടിരുന്ന കോഴ്സ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോയതൊക്കെ. അപ്പം ഹോസ്റ്റലിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിലും ആദ്യത്തെ അനുഭവമാണ്. കാരണം എൻ്റെ കരിയർ വെച്ചോ, എൻ്റെ ലൈഫ് വെച്ചോ, എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ആദ്യത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. കാരണം എനിക്കങ്ങനെ നിൽക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഞാൻ എൻ്റെ നാടും വീടും വീട്ടുകാരെയും വിട്ടൊന്നും ഒരിടം ഞാൻ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ നാടും വീടും വീട്ടുകാരെയൊക്കെ വിട്ട് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടുന്നത്. അപ്പം ആദ്യത്തെ ഒരു ടൈമൊക്കെ ഓക്കെ, എന്തോ ഒരു പിക്നിക്ക് വന്നതുപോലെയൊക്കെ ഉള്ള ഒരു മൂഡായിരുന്നു. പക്ഷെ ആഫ്റ്റർ 2 or 3 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മൊത്തത്തിൽ ഭ്രാന്തളവാൻ തുടങ്ങി. കാരണം വേറെ ഒന്നുമില്ല, രാവിലെ എണീക്കുന്നു, മെസ്സിൽ പോകുന്നു, ചായ കുടിക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നേരെ റൂമിൽ ചെല്ലുന്നു, ഒന്ന് ഫ്രഷ് ആവുന്നു, നേരെ കോളേജിലേക്ക് വിടുന്നു, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് നേരെ മെസ്സിലേക്ക് വരുന്നു, ഫുഡ് കഴിക്കുന്നു, നേരെ കോളേജിലേക്ക് പോകുന്നു, വീണ്ടും ഈവനിങ് ടൈം ആകുമ്പോൾ സ്നാക്സ് കഴിക്കാൻ വേണ്ടി വീണ്ടും മെസ്സിലേക്ക് വരുന്നു, നേരെ റൂമിലേക്ക് പോകുന്നു, പിന്നെ അവിടെ നിന്ന് നേരെ വീണ്ടും ഡിന്നറിന് വേണ്ടി താഴേക്ക് ഇറങ്ങുന്നു, വീണ്ടും റൂമിലേക്ക് പോകുന്നു. ഈ ഒരു റുട്ടീൻ പരിപാടിയല്ലാതെ നമുക്ക് വേറെ ഒന്നും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോളേജൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നുള്ള സമയം കിട്ടിയിട്ടില്ല. കാരണം ആകെ നമുക്ക് 3 ദിവസമേ ക്ലാസ് ഉള്ളൂ, ബാക്കി 2 ദിവസം എക്സാമാണ്. ഈ എക്സാം ദിവസങ്ങളിൽ അറിയാമല്ലോ, നിങ്ങൾക്കായാലും എല്ലാവർക്കും ഭ്രാന്തളവിയിരിക്കുന്ന ഒരു സമയമായിരിക്കും എക്സാം ഡേയ്സസ്. പ്രത്യേകിച്ച് പ്രാക്ടിക്കലൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഡാൻസും കൂടെ ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൈയും കാലും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് മിസ്സായിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് ഓരോ ഐറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ മാർക്കിനെ നമുക്കത് ബാധിക്കും. മറ്റേത് നമുക്ക് അല്ലാതെ സബ്ജക്റ്റ് വൈസ് പ്രാക്ടിക്കലാകുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാൽ മതി.
ഇപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ അങ്ങനെ. പക്ഷേ ലാബ് എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ലാബിൽ പോയാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. നമുക്ക് ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ് വരെ നമുക്കൊന്ന് ചേഞ്ച് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ മാർക്കിൽ ചിലപ്പോൾ അത് ബാധിക്കാം. അപ്പോൾ അത് വന്നിരിക്കുന്ന എക്സ്റ്റേണൽസിനെ പോലെ ഇരിക്കും. പിന്നെ തിയറി വരുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് വായിച്ച് വിടാനുള്ള ഒരു സമയം കിട്ടണമല്ലോ. അതും ഒരു ദിവസത്തെ ഗ്യാപ്പ് പോലും ഇല്ല. എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഏകദേശം ഒരു ഉച്ചയായപ്പോൾ എത്തി. പ്രാക്ടിക്കൽ കഴിഞ്ഞ് ഉച്ചയായപ്പോൾ എങ്ങനെയാണ് 12:30 ഒക്കെ ആയപ്പോൾ എത്തി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഏകദേശം 7 മണി തൊട്ട് പഠിക്കുകയായിരുന്നു. കാരണം അത്രയും നേരം ഒന്ന് ഉറങ്ങി. കാരണം എല്ലാവരും 3:30 4 മണിയായപ്പോൾ എണീറ്റു. പ്രാക്ടിക്കലല്ലേ. ഇപ്പോൾ 2 ഐറ്റം ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ 11 ജതി പഠിക്കാനുണ്ട്. പിന്നെ അടവ് പഠിക്കണം. 64 65 അടവുണ്ട്, അത് പഠിക്കണം. അതിൻ്റെ താളം പഠിക്കണം, ശ്ലോകം പഠിക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് രാവിലെ എണീറ്റാലേ 8:30 മുന്നേ ഞങ്ങൾക്ക് ഹോളിൽ കയറാൻ പറ്റത്തുള്ളൂ. 8:30 ഞങ്ങൾക്ക് പറഞ്ഞത് ടൈം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വന്നിരുന്നൊരു സുഖം ഉറക്കം ഉറങ്ങി. കാരണം ആർക്കും ഒരു ഭയങ്കരമായിട്ട് നമ്മൾ ഫ്രീ ആയി. പ്രാക്ടിക്കൽ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര മൈൻഡൊക്കെ കൂളായി. പിന്നെ തിയറി അല്ലേ ഉള്ളൂ. കാരണം തിയറി നമ്മൾ ഏകദേശം പ്രാക്ടിക്കൽ വൈസ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ പിന്നെ തിയറി കുറച്ചും കൂടെ നമ്മളൊന്ന് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പഠിച്ചാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു. അപ്പം അതിനുശേഷം ബാക്കി എല്ലാവരും ഒന്ന് കൂളായി. അപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസ് ഇതുവരെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ആകെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ കുറേ ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ആ കോളേജിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഹെൽത്ത് സെൻറ്റേഴ്സുണ്ട്. പിന്നെ ഫുഡ് കോർട്ട് വേറെ ഉണ്ട്. സ്റ്റേഷനറി ഷോപ്പുണ്ട്. സ്റ്റേഷനറി ഷോപ്പിൽ ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എല്ലാ സാധനങ്ങളും ആ സ്റ്റേഷനറി ഷോപ്പിലുണ്ട്. പിന്നെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്ക് തന്നെ കൃത്യമായിട്ട് അറിയത്തില്ല. കാരണം ഞങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ കണ്ട കാര്യങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്യാച്ചപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും പോലെ തന്നെ എനിക്കും ആകാംക്ഷയായിരുന്നു ഹോസ്റ്റൽ ലൈഫ് എങ്ങനെയായിരിക്കും, ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും അവിടുത്തത്. അങ്ങനെ ഞാൻ ഒരുപാട് നെറ്റിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. വേറെ ബ്രോഷർ എടുത്ത് നോക്കി. അതിലെടുത്ത് നോക്കിയപ്പോഴാണ് കുറേയൊക്കെ ഹോസ്റ്റലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും മെസ്സിൻ്റെ ഫോട്ടോസും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. നമ്മൾ ഈ ഫുഡ് കോർട്ടിൽ പോയപ്പോഴത്തേക്കും എന്താ പറയുക, ഒരു ഹോട്ടൽ പോലെ. അതായത് ഇനി ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. നമുക്ക് എന്ത് വേണോ ചൂസ് ചെയ്യാം. എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടും താനും. അങ്ങനെ ഒരു സംഭവമായിരുന്നു. പിന്നെ നമ്മൾ ബ്രോഷറിൽ കണ്ടതുപോലെ തന്നെ പല കാര്യങ്ങളൊക്കെ സെയിമായിട്ട് വന്നു. പിന്നെ ടൈമിംഗ് ആയാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം ഞാൻ ഒരുപാട് നെറ്റിൽ സെർച്ച് ചെയ്തു. എനിക്ക് അതായത് നമ്മൾ എങ്ങനെയാണ് ഹോസ്റ്റൽ ലൈഫും കോളേജും കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവരുടെയും മനസ്സിൽ കാണുമല്ലോ. അങ്ങനെ ആ ഒരു വികാരത്തിൽ ഞാൻ കുറേയൊക്കെ കണ്ടു. നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം അതിൻ്റെ ഒരു പകുതി അംശം പോലും നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ 2-3 വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എനിക്ക് മനസ്സിലായി. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കാരണം ഓരോരുത്തരും ഓരോ ഇതാണ് പറയുന്നത്. കാരണം ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമാണ്. ചിലർ പറയുന്നു ഫുഡ് ഓക്കെയാണ്, ചിലർ പറയുന്നു ഫുഡ് അത്ര പോരാ, നമുക്ക് എപ്പോഴും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആക്ച്വലി നമ്മൾ പോയ ആ ഒരു ദിവസങ്ങളിൽ ഫുഡൊക്കെ ഓൾമോസ്റ്റ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. കാരണം അവർക്ക് മെയിനായിട്ടും കട്ടത്തൈരുണ്ടല്ലോ, അത് കമ്പൽസറിയാണ്. അതും ചൗരി പപ്പടവും. അമ്മ എനിക്കത് മതി ഉച്ചക്കത്തേക്ക്. അപ്പം അവരുടെ ചോറ് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം കുഞ്ഞരിയാണ്. അപ്പോൾ അത് നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. പക്ഷേ ഈവൻ ചോറ് വേണമെങ്കിൽ പോലും ചപ്പാത്തിയുണ്ട്. ചപ്പാത്തിക്ക് കറി ആണ് നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് വരുന്നത് ഉച്ചയ്ക്ക്. പക്ഷേ ചോറ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ ഓക്കെ, നല്ലതാണ്, നല്ല ചോറാണ്, എനിക്കതിഷ്ടമാണ്. അപ്പം ഫുഡായാലും നമുക്ക് ഇപ്പം രാവിലെ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചില സമയങ്ങളിൽ അവരുടെ സാലഡ് എന്തൊക്കെയാണ് വെക്കുന്നത്, അതെനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കെന്നല്ല, നമ്മുടെ മലയാളീസിന് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല. കാരണം അവർ വേറെ എന്തോ മസാലയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമുക്കത് അങ്ങനെ ഇഷ്ടപ്പെടാത്തവർക്ക് ബ്രെഡും ജാമും അപ്പുറത്തിരിപ്പുണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാം. അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ ഒന്ന് എടുക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ചായ വേണമെങ്കിൽ എത്ര ചായ വേണം എടുക്കാം, പാല് വേണമെങ്കിൽ എത്ര വേണം എടുക്കാം, പാല് വരെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഹോർലിക്സ് പുറത്തുനിന്ന് ആ ഫുഡ് കോർട്ടിൽ നിന്ന് പോയി ഹോർലിക്സ് വാങ്ങിച്ചിട്ട് നമുക്കത് വേണമെങ്കിൽ പൊട്ടിച്ചിട്ട് കലക്കാം. ആരും ചോദിക്കാൻ വരത്തില്ല. അപ്പം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ സാധനങ്ങൾ എടുക്കാം. പിന്നെ അവിടെ ആരും ഒന്നും പറയില്ല. നമുക്ക് ആവശ്യത്തിലധികം ഫുഡ് എടുത്ത് നമുക്ക് കഴിക്കാം. അതിനൊന്നും അവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഫുഡ് ഓൾമോസ്റ്റ് എല്ലാ ഫുഡും എനിക്കിഷ്ടപ്പെട്ടു. എനിക്ക് ഓൾമോസ്റ്റ് ആ ഒരു 5 ഡേയ്സ് നിന്നാലും 5 ഡേയ്സ് ഇരുന്ന ഫുഡുകളെല്ലാം എനിക്കിഷ്ടപ്പെട്ടു. 2 ഡേയ്സ് നമുക്ക് നോൺ വെജ് കിട്ടുള്ളൂ. ചിക്കനായാലും മുട്ടയായാലും എന്തായാലും 2 ഡേയ്സ് വീക്കിലി 2 ഡേയ്സ് എന്തോ ആണെന്ന് തോന്നുന്നു അവിടുത്തെ ഒരു കണക്ക് കൂട്ടൽ. അതെനിക്കറിയത്തില്ല. നമ്മൾ പോയ ഒരു 2 ഡേയ്സൊക്കെ നമുക്ക് നോൺ വെജ് കിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളിലും വെജ് വെച്ചാണ് നമ്മൾ പോയത്. എന്നാലും വലിയ സീനില്ലാതെയാണ് പോയത്. നമുക്ക് ഓരോ ദിവസം ഓരോ സ്പെഷ്യലായിരുന്നു. എപ്പോഴും തിന്നുന്നത് അല്ലല്ലോ, ഓരോ ദിവസം ഓരോ സ്പെഷ്യലാണ്. അപ്പോൾ നമ്മളതെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി. പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് നോക്കി. കാരണം നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ, നമ്മൾ യാത്ര പോകുന്നതായതുകൊണ്ട് നമുക്കറിയത്തില്ല. സോ പറ്റാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ചായ മാത്രം കുടിച്ചിട്ട് ഞങ്ങളങ്ങ് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട്
ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വ്ളോഗ് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വ്ളോഗ് കണ്ടിട്ട് വരാം. ബാക്കി പിന്നെ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസാണ് ഹിസ്റ്ററീസ്, ഡെവലപ്മെൻറ്റ്, ഒറിജിൻ ഓഫ് നാട്യ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അഭിനയ, പിന്നെ എന്തുവാ, പിന്നെ നമ്മൾ 8 ആർട്ട് ഫോംസ് നമുക്ക് പഠിക്കണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭ്രാന്തായി. ഇത് നമ്മുടെ ഇൻറ്റേർണൽ എക്സാമിൻ്റെ ഒരു ഗെറ്റ് റെഡി ആയിരുന്നു. ഞാൻ ഈ ഒരു ഡ്രസ്സിലാണ് നമ്മുടെ ഇൻറ്റേർണൽ എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഭ്രാന്ത് പിടിച്ചെടുത്തപ്പോഴേ ഉള്ളതാണ് ആ വീഡിയോ. അതിനുശേഷം പിന്നെ റെക്കോർഡ് വർക്കായിരുന്നു. റെക്കോർഡ് വർക്കിൻ്റെ അകത്ത് നമ്മൾ അടവ് എഴുതണം. അടവ് വരയ്ക്കുകയും വേണം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ അതിനെക്കുറിച്ച് എഴുതുകയും വേണം. കാരണം നമ്മൾ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് എങ്ങനെ എടുക്കണം, കാലം എങ്ങനെ വെക്കണം, കൈമുദ്ര എങ്ങനെ പിടിക്കണം, എങ്ങനെ ഇരിക്കണം, അങ്ങനെ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ നമ്മൾ ഇപ്പുറത്തെ ഡിസ്ക്രിപ്ഷനിലായിട്ട് എഴുതണം. അങ്ങനെ മൊത്തത്തിൽ 65 അടവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വരയ്ക്കുകയും കൂടെ വേണമെന്നുള്ളതാണ് ടാസ്ക്. എഴുതിയാൽ മാത്രം മതിയെങ്കിൽ നമ്മൾ എങ്ങനെ വേണോ കാട്ടിക്കൂട്ടുമായിരുന്നു. കാരണം ഞാൻ കുറേ വരച്ച് വെച്ചു. ആദ്യം ഞാൻ ഫുള്ള് വരച്ചതിന് ശേഷമാണ് പിന്നെ എഴുതി തുടങ്ങിയത്. കാരണം വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരത്തില്ല. എഴുതണം, നമുക്ക് എത്ര പാതിരാത്രി വേണം ഉറക്കമൊഴിഞ്ഞിരുന്നാൽ പോലും എഴുതി തീരും. ആകെ ഞാൻ എഴുതി തിന്ന് 27 അടവിൻ്റെ ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്. ബാക്കി അടവിൻ്റെ മൊത്തം 64 അടവുണ്ട്. ആ മൊത്തം 64 അടവിൻ്റെയും ഡിസ്ക്രിപ്ഷൻ എനിക്ക് ഇനി ഇപ്പുറത്ത് എഴുതാൻ കിടക്കുവാണ്. ഞാൻ അതിൻ്റെ ബാക്കിൽ ഇരുന്ന് എന്തൊക്കെ വളവളാന്ന് പറയാനുണ്ട്. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അതായത് ഞങ്ങളുടെ ആദ്യത്തെ സെമ്മിൻ്റെ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം അത് കംപ്ലീറ്റ് ആയി. ഞങ്ങൾക്ക് ഇൻറ്റേർണൽ എക്സാം കഴിഞ്ഞു. ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ്സിൽ ഇങ്ങനെ വളരെ വലുതായിട്ടൊന്നും ചെയ്യിപ്പിച്ചില്ല. ജസ്റ്റ് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ പറഞ്ഞു തന്നു. എന്തെങ്കിലുമൊക്കെ എടുക്കണമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ക്ലിയറിങ് സെക്ഷൻ ആയിരുന്നു. പിന്നെ അത് കൂടാതെ ഞങ്ങൾക്ക് 2 ഐറ്റം പഠിപ്പിച്ചു. ആ 2 ഐറ്റം കളിപ്പിച്ചു. താളം പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡിസ്കഷൻ ആയിരുന്നു ഇന്ന്. അധികം ഒന്നും അങ്ങനെ ചെയ്യിപ്പിച്ചില്ല. ഇനി ഞങ്ങൾ ഡയറക്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങൾക്ക് 3 days ക്ലാസ്സും 2 days എക്സാമുമാണ്. അപ്പം ഇൻറ്റേർണലായിട്ട് പ്രാക്ടിക്കൽ, വൈവ, തിയറി എല്ലാം കഴിഞ്ഞു. അത് ശുഭമായി. അപ്പം ഇനി ഞങ്ങൾ ഡയറക്റ്റാണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ലുക്ക് ഓഫ് ഓൺലൈൻ ക്ലാസ് ആദ്യത്തെ സെമ്മിൻ്റെ. അപ്പം അത് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഇനി അങ്ങോട്ട് പോയിട്ട് കാണാം. ബൈ. അപ്പം നമ്മുടെ യാത്ര തുടർന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിലായിരുന്നു, AC കോച്ചിലാണ് പോയത്. കാരണം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ പിറ്റേന്ന് മോർണിംഗ് എത്തത്തുള്ളൂ ബാംഗ്ലൂർ. സോ ഞങ്ങൾ AC-യിലാണ് പോയത്. അപ്പം അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ഐ തിങ്ക് സോ ഒരു 6:45, 7 up to 7 നമ്മളെത്തി. പിന്നെ ഞങ്ങൾ ഒന്ന് റിലേറ്റീവിൻ്റെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി പോയത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ കോളേജിലേക്കാണ് പോയത്. അപ്പം ആ പോകുന്ന റൂട്ട് ആണിത്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും. ചിലപ്പം കർണാടകയിലുള്ള നിയമസഭയാണ്, കർണാടക സ്റ്റേറ്റിലെ നിയമസഭ. അപ്പം ഇവിടെ വെച്ചൊരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പം ആക്ച്വലി ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഫോണിൽ നോക്കാതെ നമ്മൾ ആ വീഡിയോ പുറത്തെ കാഴ്ച എന്താണ് നമ്മളത് കൂടുതൽ ഇങ്ങനെ ഇരുന്ന് പോകും. കാരണം വീഡിയോ കാണുന്ന ഒരു ഭംഗി നേരിട്ട് കാണുമ്പോൾ അത് വരുമല്ലോ. സോ അങ്ങനെ ഞങ്ങൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് നേരെ കോളേജിൻ്റെ എൻട്രിയാണിത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ഞങ്ങൾക്ക് ഒരുപാട് സെക്യൂരിറ്റീസും ഒക്കെ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. കാരണം കയറിയ ഉടനെ തന്നെ അവർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും പേരും കാര്യങ്ങളും, ഏത് ബ്ലോക്കാണ്, ഏത് കോഴ്സാണ് ചെയ്യുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ വിശദീകരിച്ച് നമ്മൾ പറയണം. അവർക്കാണെങ്കിൽ നമ്മുടെ ഭാഷ അറിയത്തില്ല. സോ ഇംഗ്ലീഷ് മാത്രമേ അവർ പറയത്തുള്ളൂ. പിന്നെ നമുക്ക് ഈ ഡ്രൈവ് ചെയ്യുന്ന ആളും കർണാടകയാണല്ലോ. അപ്പം പുള്ളിക്കാരനും ഇംഗ്ലീഷ് വലിയ വശമില്ല, കന്നഡ അത്രേ അറിയാവൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഭാഷയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡ്രൈവേഴ്സിൻ്റെ ഇടയിൽ ആ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് ഒരുപാടുണ്ട്. നമ്മൾ ഏത് വഴി കയറിക്കഴിഞ്ഞാൽ ഏത് വഴി ഇറങ്ങണമെന്ന് അറിയത്തില്ല. കോളേജ് ഭയങ്കരമായിട്ട്, അതായത് ഐ തിങ്ക് സോ 47 ഏക്കർ അതിൽ കൂടുതൽ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. പക്ഷെ ഭയങ്കര ഭംഗി. അതായത് ഫുൾ ഗാർഡൻസ്. ഞാൻ ഇങ്ങനെ ഒരു കോളേജ് നമ്മുടെ ഇവിടെ കണ്ടിട്ടില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ നോക്കുന്ന ഈച്ച് ആൻഡ് എവറി പൊസിഷനും വെൽ ക്ലീൻഡാണ്. അത് ഭയങ്കര ഭംഗിയാണ്. നമുക്ക് അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത്രമാത്രമാണ്. നമ്മൾ കറണ്ട് ഇരുന്ന് ഇങ്ങനെ കറങ്ങുവാണ്. കാരണം കറങ്ങിയിട്ട് ഞങ്ങൾ G3 ഹോസ്റ്റലിലായിരുന്നു. ഞങ്ങൾക്കും അറിയത്തില്ലല്ലോ G3 ഹോസ്റ്റൽ എവിടെയാണ്, ഞങ്ങൾക്കും ഒരു പിടുത്തമില്ലായിരുന്നു. അല്ലാതെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ ലേറ്റായിപ്പോയി. 10:30, 10:45, 9:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ സാരി ഉടുത്ത് തന്നെ പോകണം, കമ്പൾസറിയാണ്. പിന്നെ
എല്ലാം വളരെ പെട്ടെന്നായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല. ഇത് ലഞ്ച് കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിയാണ്. ഇതെല്ലാം ഭരതനാട്യം സ്റ്റുഡൻസ്. അപ്പം ഞങ്ങൾ പുറകെ വരുന്നതേ ഉള്ളൂ. ഞങ്ങൾക്ക് അപ്പം അത്രയും പരിചയമില്ലായിരുന്നു കാരണം വന്ന ടൈമല്ലേ, അപ്പോൾ നമ്മളിനി പരിചയപ്പെട്ട് വരണം. ഇത് ഞങ്ങളുടെ ഫ്ലോറായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു കോലമാണ്. ഇത് സെക്കൻഡ് ഡേ ഇതായിരുന്നു ഞാൻ ഉടുത്തിരുന്ന സാരി. നമ്മൾ അറ്റ്ലീസ്റ്റ് ഇറങ്ങി വന്നപ്പോൾ 8:30 ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇറങ്ങി വന്നപ്പോഴത്തേക്കും നാഷണൽ അവരുടെ എന്തോ ഒരു പ്രെയർ നാഷണൽ എന്തോ ആയിരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റായിരുന്നു. കാരണം എല്ലാവരും അറ്റൻഷൻ മോഡലിൽ നിൽക്കുമായിരുന്നു. കാരണം ഭയങ്കര നീറ്റ് ആൻഡ് കാം ആൻഡ് ക്വയറ്റായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ഇവിടെ വെച്ചാണ് ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നതും ബാക്കി കാര്യങ്ങളും താളം അങ്ങനത്തെ എല്ലാ സെക്ഷൻസും നടന്നു പോകുന്നത് ഇവിടെ നിന്നാണ്. ഇത് ഞങ്ങളുടെ മെയിൻ എൻട്രൻസ് വഴിയുള്ള ബിൽഡിങ്ങിൻ്റെ ഇറങ്ങി വരുമ്പോൾ ഉള്ള ഒരു എൻട്രൻസാണിത്. ഭയങ്കര ഭംഗിയാണ്. അതായത് ഫുൾ ഗാർഡൻ, 2 സൈഡും ഗാർഡൻസിൻ്റെ ആ ഇടയ്ക്കൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഇത് നമ്മുടെ ബ്ലോക്കിൻ്റെ എൻട്രൻസാണ്, സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആർട്സ്. ഇങ്ങനെ ഞങ്ങൾ കറങ്ങി പോകുമ്പോൾ അവിടെ ആയിട്ടാണ് മ്യൂസിക് ക്ലാസ് വരുന്നത്. നമുക്ക് രാവിലെ മോർണിംഗ് ഒരു സെക്ഷൻ മ്യൂസിക് ക്ലാസ്സാണ്. അതിൻ്റെ നമുക്ക് താളങ്ങളാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. ചതുരശ്ര താളത്തിൽ കുറച്ച് താളങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ആദ്യം ഞങ്ങൾക്ക്. പിന്നെ അതിന് ശേഷമാണ് പ്രാക്ടിക്കൽ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തിയറിയും കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു പോകും. ആ കോളേജ് ക്യാമ്പസിൽ തന്നെ നമുക്ക് ഹെൽത്ത് സെൻറ്റേഴ്സുണ്ട്, ഫുഡ് കോർട്ടുണ്ട്, ഡ്രസ്സ് മേടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, എല്ലാം ആ ഒരു കോളേജിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ചേച്ചിക്ക് കുറച്ച് വയ്യായിക പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു, അവിടുത്തെ ഹെൽത്ത് സെൻറ്റർ കാണാൻ പറ്റി. അപ്പം ഞാൻ ഇതിലൊരു ഡേ മിസ്സപ്പ് ചെയ്തു, അതെടുക്കാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾക്ക് പ്രസൻറ്റേഷനും എല്ലാം കൂടി അപ്പോൾ ഞങ്ങൾക്ക് പ്രാന്തെടുത്ത്, റെക്കോർഡ് സബ്മിഷൻ, പ്രസൻറ്റേഷൻ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും പ്രാന്തായി. ആ ഒരു ഡേ എടുക്കാൻ പറ്റിയില്ല. ഇത് ഞങ്ങളുടെ റൂംമേറ്റായിരുന്നു, ചേച്ചിയാണ് ഞങ്ങളുടെ കൂടെ റൂംമേറ്റ്. ചേച്ചി ബംഗാളിയാണ്. അപ്പം ബംഗാളിൽ നിന്ന് വന്നതാണ്. അപ്പം അങ്ങനെ ചേച്ചിയായിട്ടാണ് ഞങ്ങൾക്ക് കൂട്ടായിരുന്നത്. അവിടെ ഞങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ തലേന്നാണ് സംഭവം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അന്നാണ് ഞങ്ങളിവിടുത്തെ ഓഡിറ്റോറിയമൊക്കെ കാണുന്നതും പരിചയപ്പെടുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഒരു സെക്ഷൻ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പ്രാക്ടീസേ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അവിടെ വന്നപ്പോൾ ഉള്ള ഒരു സിറ്റുവേഷൻ, ഭയങ്കര വലിയ ഓഡിറ്റോറിയം, ഭയങ്കര രസം. ഞാൻ അവിടെ നിന്നൊരു 4-5 ഫോട്ടോയൊക്കെ എടുത്തത്. കാരണം ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോഴത്തേക്കും ബാക്കിയുള്ളവരൊക്കെ എത്തി, പ്രാക്ടീസൊക്കെ തുടങ്ങി. നമുക്ക് 2 ഐറ്റമാണ് ഉണ്ടായിരുന്നത്, ജതിസ്വരവും ബ്രഹ്മാഞ്ജലി. പിന്നെ 11 ജതിയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്കൊന്ന് റിവൈസ് ചെയ്യണം, താളം റിവൈസ് ചെയ്യണം, തിയറി നോക്കണം. അപ്പോഴത്തേക്കും മാക്സിമം എല്ലാവരും എത്തിക്കഴിഞ്ഞു. നമ്മളായിരുന്നു ഏറ്റവും ലാസ്റ്റ്. അങ്ങനെ ഞങ്ങളൊരു അപ് ടു 7 വരെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം ഇതായിരുന്നു ഞങ്ങളുടെ ക്യാൻറ്റീൻ. ഒരുപാട് പേർക്ക് ഇരിക്കാം, ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ടൈമായില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ആ സമയത്ത് എടുത്ത വീഡിയോ ആണിത്. ഇത് നെക്സ്റ്റ് ഡേ പ്രാക്ടിക്കലിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. അന്ന് എല്ലാവരും പുതിയ സാരിയും ഒക്കെയാണ് ഞങ്ങളെല്ലാം ഇറങ്ങിയത്. ഇത് എൻ്റെ ഒരു ഭംഗിയായിരുന്നു. തൊട്ട് പുറകെ എല്ലാവരും സെറ്റ് ചെയ്ത് വയ്ക്കുകയായിരുന്നു. കാരണം എന്തൊക്കെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എല്ലാവരും രണ്ടുപേരും സെറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം ഞങ്ങൾക്കൊന്ന് ഫ്രീ ആയ ദിവസമായിരുന്നു. കാരണം പ്രാക്ടിക്കലിൻ്റെ പ്രഷറും, എന്തൊക്കെ ചോദിക്കും, വൈവ എന്തൊക്കെ ചോദിക്കും, താളം എന്തൊക്കെ ചോദിക്കും, അങ്ങനെ എല്ലാവർക്കും ഭയങ്കര പ്രഷറായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അന്ന് നൈറ്റ് ഞങ്ങൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിക്കാം, അതായത് ഫുഡ് കോർട്ടിൽ പോയി ഫുഡ് കഴിക്കാൻ. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് കഴിക്കാം. ആ ഫുഡ് കോർട്ടിലാണെങ്കിൽ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. ഞങ്ങളിങ്ങനെ നടക്കുന്ന വഴിക്ക് തൊട്ട് കോളേജിൻ്റെ അപ്പുറം തന്നെയായിരുന്നു അവരുടെ മൈതാനവും. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു, ക്രിക്കറ്റിൻ്റെയോ ഫുട്ബോളിൻ്റെയോ എന്തോ മാച്ച് നടക്കുമായിരുന്നു. അതും ഞങ്ങൾ കണ്ടില്ല, ജസ്റ്റ് പോണ വഴിക്ക് അതും കണ്ടു. അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഫുഡ് കോർട്ടിൻ്റെ ഓപ്പോസിറ്റായിരുന്നു ആ മാച്ച് നടക്കുന്ന ഗ്രൗണ്ടും. അതെല്ലാം കോളേജിൻ്റെ സെക്ഷൻ തന്നെയാണ്. അപ്പം അതും കഴിഞ്ഞ് അതിൻ്റെ ഓപ്പോസിറ്റിൽ ഞങ്ങൾ ഫുഡ് കോർട്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ കയറിയപ്പോഴാണ് കണ്ടത് എല്ലാം, അതായത് നോൺ വെജ്, വെജ്, ചൈനീസ് ഡിഷ്, എല്ലാ ഡിഷുകളും അവിടെ ഉണ്ട്. ജ്യൂസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാത്തിനും അഫോർഡബിൾ പ്രൈസുമാണ്. ഒരുപാട് വലിയ പ്രൈസൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ബട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്ക് നിൽക്കും. ക്യാൻറ്റീനിൽ ഒരു ദിവസത്തെ ഫുഡ് നമുക്ക് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നതിന് ആരും ഒന്നും പറയത്തില്ല. പക്ഷെ നമ്മൾ ഫുഡിന് പൈസ നേരത്തെ അവിടെ അടച്ചതാണ്. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു നൈറ്റ്, അല്ലെങ്കിൽ ഒരു ഡേ, അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ എപ്പോഴെങ്കിലും ഒരു സമയം കഴിക്കാൻ പറ്റുന്നതായിരിക്കും. ഇതെൻ്റെ റൂമായിരുന്നു. അതായത് ചേച്ചി എന്തോ വാഷ്റൂം എന്തോ ആയിരുന്നു. മറ്റേ കൂടെയുള്ള റൂംമേറ്റ് ചേച്ചിയും താഴെ ക്യാൻറ്റീനിൽ എന്തോ വെള്ളം എടുക്കാനോ അങ്ങനെ എന്തോ പോയി. ജസ്റ്റ് ഞാനൊന്ന് റൂം ഒന്ന് മൊത്തത്തിൽ കാണിക്കുകയായിരുന്നു. റൂമിൽ 2 വാഷ്റൂമുണ്ട്, പിന്നെ ഒരു വൈറ്റ് ബോർഡുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർമ്മിക്കണമെങ്കിൽ, റിമെമ്പർ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് എഴുതി വയ്ക്കാം. 4 ബെഡിൻ്റെ ആയിരുന്നു, പക്ഷേ ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബെഡ് വേക്കൻ്റ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ പുറത്തുള്ള വ്യൂ ആണ്. പുറത്ത് അപ്പുറത്തും
ഹോസ്റ്റൽ തന്നെയായിരുന്നു. ഹോസ്റ്റലിൻ്റെ ബ്ലോക്കുകളാണ് ഇതൊക്കെ. ഞങ്ങൾ ഏറ്റവും താഴത്തെ ഫ്ലോറായിരുന്നു. അതിൻ്റെ താഴെയാണ് എനിക്ക് ക്യാൻറ്റീൻ വരുന്നത്. പുറത്ത് കഴിച്ചത് ഞങ്ങൾ ഏറ്റവും ലാസ്റ്റത്തെ റൂമാണ്. ആ ഒരു ബ്ലോക്കിൽ ഏറ്റവും ലാസ്റ്റത്തെ റൂമായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് തിയറി ക്ലാസ് ആയിരുന്നു. തിയറി ക്ലാസ്സിന് നമുക്ക് എന്ത് ഡ്രസ്സ് കാഷ്വൽ ആയിട്ടുള്ള എന്ത് ഡ്രസ്സ് വേണോ ഇടാം. തിയറി എക്സാം ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. അത് കുറച്ചിപ്പോൾ കുഴപ്പമില്ലായിരുന്നു, ഈസി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന വഴിയാണ്. ഞങ്ങൾ അന്ന് തന്നെ എല്ലാവരും റിട്ടേൺ പോവുകയാണ് തിരിച്ച്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്ന് ഫ്രീ അപ്പ് ആയപ്പം ഞങ്ങളെല്ലാം പാക്ക് ചെയ്തു. എക്സാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് സെമ്മിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട്. അപ്പം ഞങ്ങൾ പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ട് പോയി. എല്ലാവരും എല്ലാം പാക്ക് ചെയ്ത് വെച്ചു, സെറ്റാക്കി. ഞങ്ങളെ വിളിക്കാൻ ചേട്ടൻ വന്നു. പിന്നെ ഒരു റിലേറ്റീവും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. കോളേജ് എക്സാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രീ ആയി. 5 ദിവസത്തെ ഞങ്ങളെ പ്രഷറായിരുന്നു. ആ പ്രഷർ അവിടെ കഴിഞ്ഞ് അവസാനം നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും പോകുന്നതിൻ്റെ തിരക്കും വേക്കറ്റ് ആവുന്ന തിരക്കും ഒക്കെ ആയിരുന്നു. നമുക്ക് ഫോട്ടോയോ അങ്ങനെയൊന്നും മെമ്മറൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ലാസ്റ്റ് ഡേ എടുക്കാൻ പറ്റിയില്ല. അതിന് മുന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ എടുത്തു. അതെല്ലാം കയ്യിലുണ്ട്. അതെല്ലാം ഞാൻ എൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഊബർ ടാക്സി പിടിച്ച് ഞങ്ങളങ്ങനെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി. അതിനുശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാം ഒരു പരുവമായി. അതിനുശേഷം ഞങ്ങൾ ഈവനിങ് ഒരു 6:30 ഒക്കെ ആയപ്പോൾ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് റിട്ടേൺ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. ചിറ്റപ്പൻ കൂടെ ഉണ്ടായിരുന്നു. ചിറ്റപ്പൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടി പോയതാണ്. പിന്നെ ഇതാ കാണുന്ന അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ അപ്പാർട്ട്മെൻറ്റ്. അവിടെയാണ് ഞങ്ങളൊന്ന് വിശ്രമിക്കാൻ വേണ്ടി കയറി. അതിനുശേഷം ഞങ്ങൾക്കൊരു 7:45 8 മണിയാകുമ്പോൾ ബസ് വന്നു. ഗജരാജ ബസ്സിലാണ് വന്നത്. അത്രയൊക്കെ തത്തിത്തരിത്ത ജണ്ണ തത്തിത്ത തളങ്കുതം തരകിടതം തക്കതിത്തരിത്ത ജണ്ണ തക്കതിത്തൈ തളങ്കുതം തരകിടതം തത്തിത്തരിത്ത ജണ്ണ തക്കതിത്തരിത്ത ജണ്ണതൈ തത്തിത്തരിത്ത ജണ്ണ തക്കതിത്തരിത്ത ദണ്ണ തരിത്ത ദണ്ണ തരിത്ത ദണ്ണ തതിങ്കിടത തക്ക തതിങ്കിണത തക ജിക തതിങ്കിണ ദപമവ ധനി സനി പദ പദ പമവ ധനി സനി പദ പദനി സരി സമരി സനി രി സനി പദ സപദ മപരി മസരി സപമദ പസാനി രി സമരി സനി രി സനി തകിട തതികിണ. എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നാൽ കഴിയുന്ന രീതിയൊക്കെ ബാംഗ്ലൂർ മൊത്തത്തിൽ എടുക്കാൻ പറ്റിയില്ല, കോളേജ് മൊത്തത്തിൽ എടുക്കാൻ പറ്റി. ബാംഗ്ലൂർ നമുക്ക് അങ്ങനെ കറങ്ങാനൊന്നും പോകാനുള്ള സമയം കിട്ടിയുമില്ല. നമുക്കങ്ങനെ പുറത്ത് പോവാം. കോളേജിൽ നിന്ന് നമുക്ക് ഈവനിങ് പുറത്ത് പോകാം. 5:30 പോയി കഴിഞ്ഞാൽ പിന്നെ 8:30 അകത്ത് തിരിച്ച് കയറാൻ വേണം. ഫുഡ് നമ്മൾ ക്യാൻറ്റീനിലെ മെസ്സിൽ ഫുഡ് വേണമെങ്കിൽ 8:30 മുന്നേ വരണം. ഇല്ലെങ്കിൽ മെസ്സ് അടയ്ക്കും. മെസ്സ് 8:30 ക്ലോസ് ചെയ്യും. അപ്പം അതിന് മുന്നേ വരണം. ഇല്ല നമുക്ക് പുറത്ത് ആ ഫുഡ് കോർട്ടിൽ നിന്ന് കഴിക്കാമെങ്കിൽ ഓക്കെ, യുവർ വിഷ്. അവിടെ ആയാലും 8:30 9 അവിടെയും ക്ലോസ് ചെയ്യും. അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ മതിയെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പം അങ്ങനെ ഒരു ഫ്രീഡം കൂടെ ഉണ്ട്. കാരണം നമ്മൾ സ്കൂള് പോലെയല്ല, നമുക്ക് ഫ്രീഡം ആണ്. പക്ഷേ അവിടുത്തെ ട്രാഫിക് ജാമിൽ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും മണി 11 12 മണിയാവും. കാരണം അവിടെ നിന്ന് ഒന്ന് കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ട്രാഫിക് സിഗ്നലാണ്, ഒന്ന് കാലെടുത്ത് വയ്ക്കുമ്പോൾ ട്രാഫിക് എന്നാ ബ്ലോക്കാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തിനാണ് ഇത്ര ബ്ലോക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ശരിക്കും എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് കോളേജ് വരെ 30 or 28 കിലോമീറ്ററേ ഉള്ളൂ. ശരിക്കും അവിടെ നിന്ന് ഞങ്ങൾ കോളേജ് വരെ എടുത്തത് 1 hour 30 minutes എന്തോ നമ്മളെടുത്തു. കാരണം അത്ര ബ്ലോക്ക്. തിരിച്ച് അമ്മയും അച്ഛനും കൂടെ തിരിച്ച് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയതും 2 hours എടുത്തു. കാരണം ഒരു വിധത്തിൽ വണ്ടി അങ്ങോട്ട് നീങ്ങൂല ഇങ്ങോട്ട് നീങ്ങൂല. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. ആ ഒരു സാധനം ഒഴിച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സിറ്റി ഓക്കെയാണ്. കാരണം നമ്മൾ ഈ രാവിലത്തെ ട്രാവലിംഗ് വരുമ്പോഴത്തേക്കും വെയിലും കൂടെ ആകുമ്പോഴത്തേക്കും അവിഞ്ഞ് പണ്ടാരടങ്ങും. നമ്മൾ ആ ഒരു കാറിൻ്റെ അകത്തിരിക്കുമ്പോൾ അവിഞ്ഞ് പണ്ടാരടങ്ങും. ഞാൻ ആ കോളേജ് വിട്ട് തിരിച്ച് റിലേറ്റീവിൻ്റെ വീട്ടിലേക്ക് പോയ കാറിലാണ്, ഇങ്ങനെ കണ്ടു കാണും. ആ കാറിൽ ഇരുന്ന് വീടെത്തിയപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകാമെന്നൊക്കെ ആയിരുന്നു പ്ലാൻ. പക്ഷേ വീടെത്തിയപ്പോഴത്തേക്കും എല്ലാവരും ചത്ത ഒരവസ്ഥയാണ്. കാരണം ഒന്ന് നീങ്ങും അതവിടെ നിൽക്കും, ഒന്ന് നീങ്ങും വണ്ടി അവിടെ നിൽക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ. ആ ഡ്രൈവറിനോട് ഒന്ന് AC ഇടാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് ഭാഷ മനസ്സിലാവാത്തതാണോ, അയാൾ ഇനി AC ഇടാത്തതാണോ എന്ന് മനസ്സിലായി. അതിൻ്റെ അകത്തിരുന്ന് വെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുട്ട റോസ്റ്റ് ചെയ്തെടുക്കണ പോലെ ബുൾസയൊക്കെ അവസാനം തിന്നേണ്ടി വരും. അമ്മ അതിൽ അവിഞ്ഞൊരു പരുവോ
പിന്നെ വീട്ടിൽ ചെന്ന് ഒന്ന് ഇച്ചിരി നേരം എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി, കിടന്നാൽ മതി എന്നൊക്കെ. കാരണം പിറ്റേ ദിവസം അന്ന് നൈറ്റ് ഞങ്ങൾക്ക് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരണം. അപ്പോൾ പിന്നെ ടയേർഡായി. പിന്നെ നമുക്ക് ഇനിയും എവിടെയും കറങ്ങാൻ പോകുന്ന വെച്ചാൽ വീണ്ടും ഈ ബ്ലോക്കിൽ തന്നെ കിടക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഭ്രാന്ത് പിടിച്ചപ്പോൾ നമ്മൾ പോയില്ല. തിരിച്ച് നമ്മൾ അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് അന്ന് നൈറ്റ് തന്നെ റിട്ടേൺ വന്നു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാ കാര്യങ്ങളും ബ്ലോഗിൽ ഞാൻ പറഞ്ഞു പോയി. അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എന്നാൽ കഴിയുന്ന രീതിയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ടൈം അവിടെ പോകുമ്പോൾ ചോദിച്ച് അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.